പ്രൈസ് ലോർഡ് ദൈവമക്കളെ, നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരിവൺ. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ എറണാകുളത്തെത്തി. ഇന്ന് ഞങ്ങൾ രാവിലെ ബാംഗ്ലൂരിൽ പോകേണ്ടതാണ്. ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾ വൈകിട്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. ഓക്കെ, പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ എയർ ഇന്ത്യ ഡിലേ ആണ് 5 മണിക്കൂർ. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് നാളെ രാവിലെ ഇവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് അയക്കാൻ പറ്റുന്നത് അതുകൊണ്ട് യൂട്യൂബിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. നെവർ ഗീവ് അപ്പ്. ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസുകൾ ദൈവം തന്നു. പ്രത്യേകിച്ച് ഞാൻ അവിടെ യു എയിലായിരിക്കുമ്പോൾ ഈ കേരളത്തിലുള്ള പാസ്റ്റേഴ്സുമായിട്ടൊന്നും ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് എറണാകുളത്ത് കാക്കനാട് എന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ഇന്നലെ രാത്രി ഇവരറിയുന്ന ഒരു ദേവദാസൻ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇവർ പറഞ്ഞൊക്കെ നല്ല പരിചയമാണ്. പക്ഷേ ഇന്നലെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. കോയിൻസിഡൻ്റായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ പെട്ടെന്ന് കണ്ടുമുട്ടിയപ്പോൾ വലിയൊരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് എവിടെയാണ് ആരാധനയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ അത്ര ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും പിന്നെ പുള്ളി മുൻകൂർ ചിന്തിച്ചിരുന്നതിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ഭയങ്കരമൊരു. എന്നാൽ തിമോത്തിയുടെ ലേഖനത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ വാഗ്വാദത്തിൻ്റെ ആവശ്യമില്ല. കാരണം അന്ത്യകാലത്ത് ദൈവം തൻ്റെ ഹിതപ്രകാരമാണ് സഭയെ നടത്തുന്നത്. നമ്മളെല്ലാവരും ഒരുങ്ങുക, കർത്താവിൻ്റെ വേലയ്ക്ക് ഒരുങ്ങുക. അപ്പോൾ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നി. അദ്ദേഹം ആദ്യം ആർഗ്യുമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ദുഃഖം തോന്നിയത് ഇന്നത്തെ പൗലോസ് പറഞ്ഞതുപോലെ ഓരോ സഭയെയും ഓർത്ത് എനിക്ക് ആത്മഭാരവുമുണ്ട്. അപ്പോൾ ഈ സഭയുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് വളരാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് കിരീടം പ്രാപിക്കത്തക്ക രീതിയിൽ ഒരുങ്ങാൻ പറ്റാത്തത്? എന്താണ് മുരടിക്കുവാൻ കാരണമായതെന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ എഴുന്നേൽക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. അതാണ് അവരുടെ പ്രശ്നം. അവർ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. എന്നോട് എന്ത് കർത്താവ് പറയുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കൽ കർത്താവ് പറയും ഇതുവരെ മതിയെന്ന് പറയും ശിഷ്യന്മാരുടെ. എന്നാൽ പിന്നീട് പറയും ഇനി നിങ്ങൾ ലോകം മുഴുവനും പോകാൻ പറയും. പൗലോസ് ആദ്യം യഹൂദന്മാരുടെ പിന്നെ ജാതികളിലേക്ക് പോകുന്നു. ദെയർ ആർ മെനി. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് നമ്മളെ അവൻ്റെ ഇഷ്ടപ്രകാരം ആ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ദിശകളെ തിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇറ്റ് വാസ് എന്താ പറയുക, ഒരു വിഷമം തോന്നി. പക്ഷേ അതെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എവിടെയാണ് ദൈവജനം ദേവദാസന്മാർ ഇരിക്കുന്നതെന്ന് മനസ്സിലായി. എനിവേ, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ദൈവം ഒരു കാര്യം നമ്മളോട് പറഞ്ഞെങ്കിൽ അവനത് പൂർത്തിയാക്കും. ക്രിസ്തുയേശു തുടങ്ങിയത് അത് പൂർത്തിയാകുന്നത് ക്രിസ്തുയേശു തന്നെയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുക കർത്താവിന് വേണ്ടി. ദാറ്റ്സ് ഇറ്റ് ദൈവമക്കളെ. റൈസ് ആൻഡ് ഷൈൻ ഫോർ ദ കിങ്ഡം. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരി വൺ. നെവർ